ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാന് വീരമൃത്യു. നുഴഞ്ഞുകയറിയ ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് ഈ നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച് സൈന്യം ഇടപെടുന്നതും ഈ ഒരു മരണം സംഭവിക്കുന്നതും? അവിടെ ഇപ്പോൾ എന്താണ് സ്ഥിതി? മോത്തി, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത്. കത്വ ജില്ലയിലെ ഒരു വീട്ടിലേക്ക് സമീപ ഗ്രാമത്തിൽ നിന്ന് എത്തിയ ഗ്രാമവാസികളാണ് എന്നുള്ള വ്യാജേനയാണ് 2 ഭീകരർ നുഴഞ്ഞു കയറിയത്. പിന്നാലെ ഈ ആയുധങ്ങളെല്ലാം കണ്ട് സംശയം തോന്നി അവിടേക്ക് കൂടുതൽ സേനാ വിന്യാസം എത്തുകയും ആ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു ഭീകരനെ ഇന്നലെ രാത്രി തന്നെ വധിക്കാനായിട്ട് സാധിച്ചതും. മറ്റൊരു ഭീകരൻ കൂടിയുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കത്വ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു CRPF ജവാൻ, കബീർ ദാസ് എന്നു പേരുള്ള CRPF ജവാനാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്കേറ്റതിന് പിന്നാലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വീരമൃത്യു സംഭവിച്ചിരുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ 3 ഇടത്താണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ഒന്ന് റിയാസിയിലാണ്. അവിടെ ബസ്സിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി. 9 തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഇന്നലെ 2 ഇടത്ത്, ഒന്ന് ദോദ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെക്ക് പോയിന്റിൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായി. അതിൽ 5 പേർക്ക് പരിക്കേറ്റ്, 5 ജവാന്മാർക്ക് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. കൂടാതെ ഇപ്പോൾ കത്വ ജില്ലയിലും ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഒരു ഭീകരനെ വധിച്ചെങ്കിലും ഒരു CRPF ജവാന് കൂടി വീരമൃത്യു വരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള അന്വേഷണവും തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൗത്യം തുടരുന്നു. ഒളിഞ്ഞിരിക്കുന്ന ഭീകരരെ കണ്ടെത്തുന്നവരെ ദൗത്യം തുടരുമെന്നുള്ള കാര്യമാണ്. ശരി അർജുൻ.